ഉം, പക്ഷേ ഈ അനുഭവത്തിൽ ഇരിക്കുന്നു. ഓക്കെ, ഉം, അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പോ സംസാരിക്കുന്ന ഈ പാസ്റ്റും അതിന്റെ മെമ്മറികൾ ഉപയോഗിക്കുന്നത് ഉം. അല്ല. അപ്പൊ ഈ സംസാരിക്കുന്ന സമയത്തും ഉള്ള അനുഭവം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇതിന്റെ ഈ പക്ഷേ പറഞ്ഞ ഈ സീറോ സ്പേസ് ഉം, അല്ലെങ്കിൽ ആ ശൂന്യത, ഉം. അത് അവിടെ നിന്നാണ് ഈ സംഭാഷണം ഉത്ഭവിക്കുന്നത്, ശബ്ദം ഉത്ഭവിക്കുന്നത്, എന്റെ അനുഭവവും അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ഉം. എന്ന് പറയുന്നു. ആ ഭാഗമാണ് എനിക്ക് എക്സ്പീരിയൻസ് ആകുന്നത്. അത് എക്സ്പീരിയൻസ് അതെ ആകാൻ അതെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ശ്രദ്ധ ജനിക്കണം. കാരണം ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ജനനത്തിന് പറ്റിയ അന്തരീക്ഷമാണ്, മരണത്തിന് പറ്റിയ അന്തരീക്ഷമല്ല. ജനനത്തിനാണ് ഈ അന്തരീക്ഷം ഏറ്റവും സ്യൂട്ടബിൾ. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ എപ്പോഴും നിരന്തരം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷം മരണത്തിന് സൂട്ടബിൾ അല്ല. ശ്രദ്ധിക്കണേ, ഈ അന്തരീക്ഷം മരണത്തിനല്ല, ജനനത്തിന് സൂട്ടബിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത് ജനനമാണ്, മരണമല്ല. ജനനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റൊന്നും നമ്മളിൽ ജനിക്കത്തില്ല എന്നൊരു ഭാഗമില്ല. നമ്മളിൽ പലതും ജനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൃത്തി എന്ന് പറയുന്നത് ആ ജനിച്ചതെന്താണോ അത് അനുഭവിച്ച് തുടരുന്നതാണ് വൃത്തി എന്ന് പറയുന്നത്. ജനിച്ചതെന്താണോ ആ ജനിച്ചതിൻ്റെ തുടർച്ചയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പം നിരന്തരമായിട്ടുള്ള ജാഗ്രതയിൽ നമ്മളിൽ മറ്റൊന്നും ജനിക്കാതെ മറ്റൊരു സങ്കല്പമോ ആശയക്കുഴപ്പങ്ങളോ ആശയം പോലും ജനിക്കാൻ പാടില്ല. ആശയക്കുഴപ്പം മാത്രമല്ല, നല്ല ആശയം പോലും ജനിക്കാൻ പാടില്ല. അപ്പോൾ അനുഭവത്തിൽ ആ അനുഭവം ജനിച്ചെങ്കിൽ ആ ജനിച്ച അനുഭവത്തിൽ തുടരുന്നതാണ് ജീവിതം. ജനിച്ചു അതുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ വരുന്നുണ്ടെങ്കിൽ അവിടെ അഹങ്കാരം വന്നു, ഞാനെന്ന് പറയുന്ന സങ്കല്പം വന്നു. ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനില്ല, നമ്മൾ ജീവിക്കുന്നത് എന്ത് അനുഭവിക്കുന്നു ആ അനുഭവത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മളെന്ന് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നിരന്തരം വ്യത്യസ്തമായിട്ട് ഒന്നും ജനിക്കാതെ നമ്മളിൽ ഒന്നും ജനിക്കാതെ അനുഭവത്തിൽ തുടരുമ്പോൾ ജീവിതമാകുന്നു. അതുകൊണ്ട് സ്വപ്നം വരത്തില്ല. സ്വപ്നം എന്തുകൊണ്ടാണ്? നമ്മളിൽ പലതും ജനിക്കുന്നത് കൊണ്ടാണ് സ്വപ്നം വരുന്നത്. ഒരു പ്രാവശ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചത് എന്താണ്? അത് വൃത്തിയായിട്ട് അനുഭവിച്ച് തുടരുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോഴാണ് ആഹാ. കാരണം അവിടെ വേറിട്ട് യാതൊന്നും വരുന്നില്ല. ഒരു ക്യാൻസർ വരുന്നില്ല, ഒരു പനി വരുന്നില്ല, മറ്റു രോഗങ്ങൾ വരുന്നില്ല, ഇങ്ങനെയുള്ള വേണ്ടാത്ത സാധനങ്ങൾ ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒന്നും വരുത്താതെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ശരിക്കും വിവേകവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നെല്ലാം പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിലാണ്, ജനിച്ച അവസ്ഥയിൽ തുടരുന്നതാണ്. അല്ലാതെ ഭാരിച്ച കുറേ ഉത്തരവാദിത്തങ്ങൾ. എന്താണ് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ? നമ്മളിൽ ജനിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ കഷ്ടപ്പാടും നമ്മളിൽ ജനിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളിൽ മറ്റൊന്നും ജനിക്കാതെ കൊണ്ടുപോകുമ്പോഴാണ് ജീവൻ്റെ സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരുന്നത്. അത് തെളിഞ്ഞു വരിക മാത്രമല്ല, അത് നമുക്ക് മനോഹരമായിട്ടുള്ള അനുഭവത്തിൽ തുടരാനുള്ള അവസരങ്ങൾ കൂടി തരികയാണ്, ആശങ്കയില്ലാതെ. അവിടെ ഇപ്പോ അനുഭവത്തിൽ തുടരുന്നു എന്ന് കരുതുക. അപ്പൊ ഈ അനുഭവത്തിലുള്ള തുടർച്ച കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് എന്തോ തെളിയാനുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമല്ലേ? അപ്പൊ എന്താണ് ആ തെളിയാനുള്ളത്? അനുനിമിഷം ചുറ്റുപാടും കാണുന്നതിൻ്റെ നിഴല് നമ്മളിൽ പതിയാതെ അല്ലെങ്കിൽ പതിഞ്ഞിട്ടുള്ളതിനെ മായ്ച്ചു കളയുമ്പോൾ ഇന്നലെ ചെയ്ത പ്രവൃത്തിയുടെ ധാരണ അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിബിംബങ്ങൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മൾക്ക് ഈ നിമിഷത്തിൽ അനുഭവത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഭാവിയും ഭൂതവും വരുന്നത്.
നമ്മൾ അനുഭവത്തിലാണെങ്കിൽ നമുക്ക് ഈ പ്രതിബിംബങ്ങളൊന്നുമില്ല, റിഫ്ലക്ഷൻസ് ഒന്നുമില്ല, ചിന്തയില്ല. അതുകൊണ്ട് തന്നെ താല്പര്യം നിരന്തരമാണ്, തുടർച്ചയിലാണ് താല്പര്യം. എന്താണ് താല്പര്യം? അനുഭവമാണ് താല്പര്യം. ആ താല്പര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. ആ ആശങ്കയില്ലാതെ ഇരിക്കുന്നതാണ് തെളിച്ചം. ആ ആശങ്ക സ്വപ്നങ്ങൾ അലുത്തുപോവുകയും അനുഭവത്തിൽ തുടരുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ആശ്വാസം. തീർച്ചയായിട്ടും തെളിച്ചം വേണം. നമ്മൾക്ക് എങ്ങോട്ടാണ് നടക്കുന്നത്? ഞാൻ അവിടെ എത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടി? എനിക്ക് അവിടം വരെ എത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടി? ആ കയ്യിൽ പലതും കിട്ടി, പക്ഷെ അപ്പോഴും എനിക്ക് അനുഭവത്തിൽ തെളിച്ചമില്ല. പിന്നെയും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്നത് കൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായില്ല. കിട്ടുന്നത് കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കിട്ടണം, കിട്ടിയാൽ ആശ്വാസം ഉണ്ടാകുമെന്നുള്ള തോന്നലിൽ നിന്ന് മാറി കിട്ടുന്നതല്ല, ഉള്ളത് കൊണ്ട് ആണ് എനിക്ക് ആശ്വാസം. അതാണ് എൻ്റെ തെളിച്ചം. ഉള്ളത് കൊണ്ടാണ് എനിക്ക് തെളിച്ചം, കിട്ടുന്നത് കൊണ്ടല്ല തെളിച്ചം. ആ തെളിച്ചം അവിടെ ഒന്നും കിട്ടാനില്ല. ഓക്കെ, കിട്ടാൻ എന്റെ ഇവിടെ ഉള്ളത് മാത്രം ഉള്ളതിലാണ് ഇരിക്കുന്നത്. ഉള്ളത് കൊണ്ടിട്ട് ഇതറിയും, ഉള്ളത് കൊണ്ടിട്ട് കേൾക്കും. ഇതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ഈ ശൂന്യത? സീറോ സ്പേസ്. ഏത് ശൂന്യത? ഈ ശൂന്യത എന്ന് പറയത്തക്ക രീതിയിലൊന്നുമില്ല. എന്താണ് ഈ ശൂന്യത എന്ന് പറയത്തക്ക രീതിയിൽ എവിടെയാണ് അനുഭവം ആരംഭിക്കുന്നത്? അതിന് നമ്മൾ ശൂന്യത എന്ന് പേരിട്ടത് കൊണ്ട് അല്ല അങ്ങനെയല്ല. വെറുതെ എപ്രകാരമാണ് ഈ സംവിധാനം രൂപം കൊണ്ടത്? ഈ സംവിധാനം എപ്രകാരം രൂപം കൊണ്ടോ അതിൻ്റെ രൂപത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞ് കാണുകയാണ്. അതുകൊണ്ടാണ് ശൂന്യത എന്ന് പറയുന്നത്. മറ്റുള്ള ഒന്നും രൂപം കൊണ്ടത് നമ്മുടെ രൂപത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് നിഴലിടാതെ കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശൂന്യത എന്ന് വിളിക്കുന്നത്. അത് വാക്കിൽ വന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ അതിൽ നിൽക്കുമ്പോ എനിക്ക് ഈ സംഭാഷണം നിലക്കും. അല്ല, സംഭാഷണം നിലക്കുന്നത് അതുകൊണ്ടല്ല. സംഭാഷണം നിലക്കുന്നത് സംഭാഷണം നമ്മളിൽ ജനിക്കാത്തത് കൊണ്ടാണ്. സംഭാഷണം നിലക്കുന്നത് ശൂന്യത ഉള്ളത് കൊണ്ടല്ല. ശൂന്യത അവിടെ എന്നും ഉള്ളതാണ്. ശൂന്യത ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ശൂന്യതയ്ക്കും ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിനും യാതൊരു കോട്ടവും വരുന്നില്ല. സംസാരിക്കാനുള്ളത് നമ്മളിൽ ജനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരം സംസാരിക്കാൻ ജനിച്ചതിനെ നിർവീര്യം ചെയ്ത്, അതിനെ നിഷ്കാസനം ചെയ്ത്, അതിനെ കൊന്നുകളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, അത് പരിണമിപ്പിച്ചുകൊണ്ട്, നമ്മളതിനെ ദഹിപ്പിച്ചുകൊണ്ട്, എന്ത് ജനിച്ചതിനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന ഭാഗത്തോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നും നമ്മളിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ആക്റ്റീവ് ആകുന്നത്. നിരന്തരം ആക്റ്റീവ് ആകുന്നത് കൊണ്ട് നമ്മളിൽ മറ്റൊന്നും, ഒരു പൊടിപടലവും നമ്മളിൽ വസിക്കുവാനുള്ള യാതൊരു മറ്റു സ്വപ്നങ്ങളോ അബദ്ധധാരണകളോ ഒന്നും നമ്മളിൽ ജനിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഒന്ന് നമ്മൾ നിലനിന്നാലല്ലേ മറ്റൊരു ധാരണ നമ്മളിൽ ഉദിക്കത്തുള്ളൂ. അങ്ങനെ ഉദിക്കത്തക്ക രീതിയിൽ ഒന്നിനും നമ്മൾ അവസരം കൊടുക്കുന്നില്ല. കാരണം നിരന്തരം ആക്റ്റീവാണ്. ആ ജനിച്ചത് എന്താണോ ആ ജനിച്ചത് ജീവിക്കുന്നതിൻ്റെ തുടർച്ചയിലാണ്. മറ്റു പലതും ജനിക്കാനുള്ള ഒട്ടനവധി സാധ്യതയുള്ള ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ മറ്റൊന്ന് ജനിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു സൗഹാർദ്ദമില്ല, പുതിയ ഒരു കൂട്ടുകെട്ടില്ല. എക്സാക്ട്ലി, വിജിലന്റ് ആണ്. ഈ ജനിക്കാതിരിക്കുന്ന അവസ്ഥയിൽ തുടരുന്നു. ഈ തുടർച്ചയിൽ
ഈ തുടർച്ചയും ശൂന്യതയുമായിട്ടുള്ള എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? എന്താണോ തുടരുന്നത്, എന്തായിട്ടാണോ തുടരുന്നത്, അതിൻ്റെ പരിശുദ്ധമായിട്ടുള്ള സോഴ്സാണ് നമുക്ക് ശൂന്യത എന്ന് പറയാനായിട്ട് ഉള്ള അർഹത തരുന്നത്. കാരണം എപ്രകാരം അതായത് ഇവിടെ എന്താണോ അനുഭവിക്കുന്നത്, ആ അനുഭവിക്കുന്നതിൽ തുടരാൻ കാരണമായിട്ടുള്ള മേഖല ഏതാണോ, അവിടെ ഇതെന്തായിട്ട് രൂപം കൊണ്ടോ ഇതിനകത്ത് വേറൊരു രൂപം വരാതെ ഈ ഒരു രൂപത്തിൽ തന്നെ നിലനിന്ന് തുടർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൻ്റെ ഉറവിടവുമായിട്ടുള്ള ബന്ധം വരണം. ആ ഉറവിടത്തെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് നമ്മളുടെ അനുഭവത്തിന് പ്രായോഗികമായിട്ട് അവിടെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അവിടെ ഒന്നും ഇല്ലായ്മയല്ല, പക്ഷെ നമ്മളുടെ പെർസെപ്ഷനിൽ അവിടെ നമുക്ക് മറ്റൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതൊന്നു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നുമില്ല, ഒന്നുമില്ലാത്തതിൽ നിന്നാണ് ഇത് രൂപം കൊള്ളുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധ്യമാകുന്നുള്ളൂ. വിശദീകരണത്തിൽ മാത്രമാണ് അത് ശൂന്യത. അനുഭവത്തിൽ ശൂന്യതയല്ല. അനുഭവത്തിൻ്റെ ആഴത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ സർവ്വ സംവിധാനങ്ങളും രൂപം കൊണ്ടുവരുന്നത്. അപ്പോൾ രൂപം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ശൂന്യമായിരിക്കുമോ? ആയിരിക്കത്തില്ല. പക്ഷെ വിവേകത്തിൽ അല്ല, ഇതൊട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം അതിൻ്റെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസിലെത്തുമ്പോൾ അത് വളരെ സിമ്പിൾ, നാച്ചുറൽ, അതിൻ്റെ നേച്ചറാണത്. അതിൻ്റെ നേച്ചറാണ്, അതിൻ്റെ ഫോർമേഷൻ ഇപ്രകാരം ആയിരിക്കുന്നുണ്ടെങ്കിൽ, ആ ഫോർമേഷൻ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എവിടെയാണ് കോംപ്ലക്സിറ്റി? എവിടെയാണ്? അതിന് യാതൊരു കാരണത്തിനും കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. എവിടെ അല്ല, കോംപ്ലക്സ് അല്ല. കാരണം നമ്മളെ തനതായിട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം, സ്കെൽറ്റൽ സിസ്റ്റം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം, ഏത് സിസ്റ്റം എടുത്താലും ഇതൊരു സിസ്റ്റം മാത്രമായിട്ട് നിൽക്കുന്നില്ല, അല്ലേ? ഇതെല്ലാം തമ്മിൽ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് ഇല്ല. അല്ല, ഔട്ട് സൈഡിലോട്ട് എങ്ങനെ ആര് വരുന്നു? ഈ ഔട്ടർ സൈഡിലോട്ട് ആർക്ക് വരാൻ പറ്റും? വന്നാലുള്ള അവസ്ഥ എന്താണ്? വന്നാലുള്ള അവസ്ഥ ഭയങ്കര കോംപ്ലക്സ് ആണ്. അത് ഭയാനകരമാണ്, ത്രട്ടണിങ് ആണ്. അത് ഒരു കാരണവശാലും ഫീസിബിൾ അല്ല. അതിനകത്ത് യാതൊരു പോസിബിലിറ്റിയും ഇല്ല. പിന്നെ അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നതിന് വളരെ സിമ്പിളായിട്ട് പോസിബിളായിട്ട് നിൽക്കുന്ന, പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആ ട്രാക്കിൽ നിൽക്കുന്നതല്ലേ യോഗ്യത എന്ന് പറയുന്നത്? അല്ല, ഇത് സോഴ്സിലോട്ടല്ല എത്തുന്നത്. ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് കൊണ്ട് ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെർസെപ്ഷനിൽ 0 ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവിടെ ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇഫക്റ്റീവ്ലി ഇങ്ങനെ ഒരു ബോഡി ഫോം ആയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ശരീരം രൂപം കൊള്ളത്തില്ലല്ലോ. അതെ. അപ്പോൾ അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അവിടെ ഒരു ചെറിയൊരു കുഷ്യൻ കൊടുക്കുക. അതായത് ഇങ്ങനൊരു ശരീരം ഫോം ആകാൻ വേണ്ടി ആ ഫോർമേഷനിലുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ആ എക്സ്പീരിയൻസ് തീരുന്ന ഇടം എന്ന് മാത്രമേ ഉള്ളൂ. ഈ 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ആ എക്സ്പീരിയൻസ് അവസാനിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആരംഭിക്കുന്ന ഭാഗം.
അത് അവസാനിക്കുന്ന ഭാഗം എടുക്കണ്ട, അത് ആരംഭിക്കുന്ന ഭാഗം. എന്നുവെച്ചാൽ അവിടെ സീറോ. എക്സ്പീരിയൻസ് അവസാനിക്കുന്ന ഭാഗം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ എങ്ങനെ വേണേലും എടുത്തോളുക, നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ എടുക്കുക. എക്സ്പീരിയൻസ് ആരംഭിക്കുന്നതാണോ അവസാനിക്കുന്നതാണോ, വൈസ് വേഴ്സ. ഓക്കെ. പക്ഷെ ഏത് ഭാഗത്താണെങ്കിലും നമ്മളിൽ രൂപം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാണ് പറയുകയല്ല, അങ്ങനെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയും രഞ്ജിത്ത് ബാബു ആയിരുന്നു, 10 ദിവസം മുമ്പും രഞ്ജിത്ത് ബാബു ആയിരുന്നു. നാളെ ഞാൻ പറയുന്നു ഇന്നടുത്ത് വരും രഞ്ജിത്ത് ബാബു, ഞാൻ അവിടെ വരാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൺഫേംഡാണ്. രഞ്ജിത്ത് ബാബുവിന് അവിടെ വരാൻ പറ്റും. അത്രയും പെർഫെക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാളെ ഇന്നടുത്ത് വെച്ച് കാണാം. അത്രയും 100% പെർഫെക്റ്റാണ് ഈ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. അതുകൊണ്ടാണ് നാളെ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും വിചിത്രമല്ല. വളരെ മനോഹരമായിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെ പവറാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന പൊസിഷനിൽ, ഇന്ന ലാറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഇന്ന ലോഞ്ചിറ്റ്യൂഡിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ പെർഫെക്റ്റ്നെസ്സിൽ നിന്നാണ്. ഇംപെർഫെക്റ്റ്നെസ്സിൽ നിന്ന് നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് കോംപ്ലക്സ് അല്ല, ഇത് വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം രഞ്ജിത്ത് എന്ന് വിളിക്കുമ്പോൾ രഞ്ജിത്ത് തിരിയും എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ റിസൾട്ടാണ്. കയ്പാണ്, മധുരമാണ്, ഇത് കഴിച്ചാൽ മധുരമാണ് അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അത് സൂചിപ്പിക്കുന്നത്. No, definitely you are feeling that you are, I am. It's a wonderful feeling. അവിടെ വണ്ടർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് രഞ്ജിത്ത് ഓക്കെ ടുമാറോ യു വിൽ മീറ്റ് ദർ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗിൽ നിന്നാണ്. അല്ലെങ്കിൽ പറയത്തില്ല. ഐ ഡോണ്ട് നോ. ആരാണ് അവിടെ, എന്താണ് ഫോം ആയിരിക്കുന്നത്? ആ ഫോർമേഷൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ, അതിനകത്ത് കണ്ടാമിനേറ്റഡ് അല്ലാണ്ടിരിക്കുമ്പോൾ അവിടെ ആരാണ് ഫീൽ ചെയ്യുന്നുള്ള ഭാഗമല്ല, ഇത് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ള ഭാഗമാണ്. ആ കണ്ടാമിനേറ്റഡ് ആകുമ്പോഴാണ് ഇത് ആരാണ് ഫീൽ ചെയ്യുന്നുള്ള ഭാഗം വരാത്തത്. അനുഭവം എന്ന് പറയുമ്പോൾ ഭാവിയും ഭൂതവും ഇല്ലാത്തത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മളെ ചലിപ്പിക്കുന്ന എന്താണ്? നമ്മൾ വായും മൂക്കും പൊത്തിപ്പിടിച്ചാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ ചലിപ്പിക്കുന്ന, ഞാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് വായും മൂക്കും പൊത്തിപ്പിടിച്ചാലും എനിക്കവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ വായും മൂക്കും പൊത്തിപ്പിടിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനെടുത്ത ഡിസിഷനല്ല ഞാനിവിടെ നിലനിൽക്കുന്നത്. അപ്പം ഞാനെന്ന് പറഞ്ഞ അവസ്ഥ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം കോംപ്ലക്സ് ആകും. അതിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള അനുഭവങ്ങളെല്ലാം പൊന്തി വരും. അപ്പം എവിടെയെല്ലാം ഞാൻ അല്ല ഓക്കെ, അവിടെ പോയിന്റ് ചെയ്യാം. നമുക്കവിടെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ മറ്റേ റിയൽ കോർ ഞാനല്ല. ഞാൻ വെറുതെ ഇരിക്കാൻ സാധിക്കുന്നു. പക്ഷെ ആക്ച്വലി നമ്മുടെ ബോഡി സിസ്റ്റം എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരിടത്തും വെറുതെ ഇരിക്കുന്നില്ല. നിരന്തരം ആക്റ്റീവാണ്. അല്ല വെറുതെ ഇരിക്കുന്നൊരു ഭാഗമില്ല. നിരന്തരം ഞാൻ വെറുതെ ഇരിക്കുന്നൊരു ഭാഗം ഒരിക്കലും ഇല്ല. ഇത് നിരന്തരം ആക്റ്റീവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ലിമിറ്റ് ചെയ്യുകയോ സെപ്പറേറ്റ് ചെയ്യുകയോ ക്ലാസിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താ? അങ്ങനെയൊന്നുമില്ല. അല്ല എങ്ങനെ? അല്ല ബോഡിയെ കാണാമെന്ന് ആര് കാണുന്നു? ദാറ്റ് ഈസ് എ ഫേക്ക്. ഞാനാണ് കാണുന്നത്.
ഒരു ഫേക്ക് ഞാനാണ് എൻ്റെ ബോഡിയെ കാണുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധയെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധയെന്ന് പറയുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് ശ്രദ്ധ. അതുതന്നെയാണ് അനുഭവം. ശ്രദ്ധയും അല്ല, കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്ഷീണം കൊണ്ട് നിർത്തേണ്ടി വരുന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴത് റിയൽ. അതെ, അല്ല അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താണ്, ശരീരമാണോ ശരീരമല്ലേ എന്നുള്ളൊരു വ്യാഖ്യാനം അവിടെ വരുന്നില്ല. കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമില്ല. കാരണം അതേ ഉള്ളപ്പോൾ പിന്നെ അവിടെ എന്താണ് നിർത്താനും സ്റ്റാർട്ട് ചെയ്യാനും? ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം അനശ്വരവുമാണ്. അവിടെ നിർത്തുന്നില്ല, ആരംഭിക്കുന്നില്ല. അതെ, എക്സാക്ട്ലി അതവിടെ തന്നെ ഉള്ളതാണ്. അതിൻ്റെ സ്വഭാവം ഇതാണ്. അല്ല, എന്തിനു പറയാൻ പറ്റണം? ആരോട് പറഞ്ഞു കൊടുക്കണം? ആർക്കാ സംശയം? ആർക്കും സംശയമില്ല. സംശയം ആർക്കാണ്? അപ്പോൾ സംശയം ഉള്ളത് ആരാണ്? എന്തിനാണ് സംശയം? അത് ഫേക്കായിട്ടുള്ള ഒരു കക്ഷിക്ക് സംശയം ഉണ്ടാകത്തുള്ളൂ. അതെ. അപ്പം നമുക്ക് ആരെയും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാരും പ്രൂവബിൾ അല്ല. അല്ല, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ജനിച്ചു? ജനനം അതെ. അപ്പം മൈൻഡിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ മൈൻഡ് എവിടെയാണ്? ആ മൈൻഡിൻ്റെ അവസ്ഥ ജനിക്കാനുള്ള കാരണം എന്താണ്? അവിടെ റിലേറ്റിവിറ്റി എടുത്ത് പരിശോധിക്കണം. അവിടെ റിലേറ്റിവിറ്റി എന്തുകൊണ്ട് ഒരു വ്യക്തിയിൽ ഇങ്ങനെയുള്ളൊരു ചോദ്യം ജനിച്ചു? ആ ചോദ്യം അല്ല മൈൻഡ് നോ മൈൻഡ് അവിടെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഓക്കെ, റീസണബിളാണ്. പക്ഷെ മൈൻഡിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യനെ നമ്മൾ പരിശോധിക്കുക. ആ ക്വസ്റ്റ്യനെ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആൻസർ കാണുന്നത്. ആൻസർ എന്താണ്? ഈ ക്വസ്റ്റ്യനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ആൻസർ. അതിൻ്റെ ക്വസ്റ്റ്യനെ എൻ്റർടൈൻ ചെയ്യുന്നതല്ല ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ആ ക്വസ്റ്റ്യനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നതാണ് ആൻസർ. അപ്പോൾ നമ്മൾക്ക് കണ്ടിന്യൂറ്റി കിട്ടിയത്. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോയി. യെസ്, എക്സാക്ട്ലി. അപ്പോൾ അനുഭവത്തിൽ തുടരും. അല്ല, അവിടുന്നേ ചോദിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഭാഗം മാറ്റിവെക്കാം. അവിടുന്നേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ചോദിച്ചാലേ കാര്യങ്ങളുള്ളൂ, സംസാരമുള്ളൂ, സമ്പർക്കമുള്ളൂ, സംഭാഷണമുള്ളൂ എന്നൊരു ഭാഗമില്ല. ചോദിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ചോദിക്കാതെ സഹകരിക്കുകയും ഭാഷയുടെ നവീകരിച്ച ഭാഷയുടെ ജനനം സംഭവിക്കും. അപ്പം നവീകരിച്ച ഭാഷയാണ് ജനിക്കേണ്ടത്. അത് നമ്മളിലൊന്നും ജനിക്കില്ല, ഒരു ഭാഷ ജനിക്കും. എന്നുവെച്ചാൽ നമ്മളിൽ തുടർച്ചയുണ്ടാവും. ഭാഷ ജനിക്കുമ്പോൾ പരസ്പരമുള്ള ബന്ധം സജീവമാകുകയും ഭാഷ വേറിട്ട് നിൽക്കുകയും ചെയ്യും. വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് തടസ്സമാകത്തുമില്ല. ഭാഷ അവിടെ ഭാഷയായിട്ട് തുടരുകയും ചെയ്യും. ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻട്രാക്ഷൻ എന്നില്ല. ചില ആൾക്കാർക്ക് തല്ലുപിടുത്തം ഉണ്ടെങ്കിലേ ഇൻട്രാക്ഷൻ ഉള്ളൂ. ചില ആൾക്കാർക്ക് കള്ളത്തരം കാണിക്കണം, മോഷണം നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത്, ഒരു വ്യക്തി രാഷ്ട്രീയത്തിലാണ്,
ശ്രദ്ധയെങ്കിൽ ആ വ്യക്തി രാഷ്ട്രീയത്തിൽ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി രാഷ്ട്രീയം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറും. ആ വ്യക്തി പിന്നെ രാഷ്ട്രീയക്കാരനാകത്തില്ല. എത്രയും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന അവസ്ഥയിൽ പ്രവർത്തിച്ച് ആ വ്യക്തിയുടെ അനുഭവത്തിലോട്ട് വളരുകയാണ് വേണ്ടത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഏത് ഉദ്യോഗത്തിലാണ്, ഏത് പ്രവൃത്തിയിലാണോ, എവിടെയാണെങ്കിലും, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, സംഗീതത്തിലായിക്കോട്ടെ, കലാരൂപത്തിലായിക്കോട്ടെ, എന്തിലാണെങ്കിലും അതിൽ തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ ആ വ്യക്തി അതിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള സംഭാഷണം എന്ന് പറഞ്ഞ ഭാഗം വാക്കുകളല്ല, ചോദ്യങ്ങളില്ലാതെ സമ്പർക്കത്തിൽ നമുക്ക് സംസാരിക്കാം. ആ സംസാരമാണോ അല്ലെങ്കിൽ ഒരു സംസാരം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് സംതിങ്. അവിടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശവുമായിട്ടുള്ള ബന്ധത്തെ തുറന്നു കൊണ്ടുവരുന്നതാണ്. അവിടെ ചോദ്യങ്ങളല്ല, അവിടെ എക്സ്ചേഞ്ച് അല്ല, പകരം അവിടെ അനുഭവത്തിൽ തുടരുകയാണ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് അല്ല വേണ്ടത്. കാരണം റെസണേറ്റ് ചെയ്യുന്നത് അവിടെ യൂണിയനാണ് സംഭവിക്കുന്നത്. അതെ, അവിടെ യൂണിയനാണ് സംഭവിക്കുന്നത്. റെസണേറ്റ് ചെയ്യുന്നു അല്ല, സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചോദ്യം എന്നും മൈൻഡിൻ്റെതാണ്. അതെന്നും ക്ലാസിഫിക്കേഷൻ പിന്നെയും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു രോഗാവസ്ഥയാണ്. അതൊരു പൊളിറ്റീഷ്യനായിട്ട് നിലനിൽക്കുന്നു. ഒരാൾ പൊളിറ്റീഷ്യനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ പൊളിറ്റീഷ്യനാണെങ്കിൽ അതൊരു രോഗമാണ്. അതുപോലെ തന്നെയാണ്